നമസ്കാരം. നമ്മുടെ ഈ ലോകം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഭക്ഷണ വൈവിധ്യം, ഭാഷാ വൈവിധ്യം, സാംസ്കാരിക വൈവിധ്യം, അങ്ങനെ വൈവിധ്യങ്ങൾ നിരവധിയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ജോലികളിലും നിരവധി വൈവിധ്യങ്ങളും കൗതുകങ്ങളുമുണ്ട്. അത്തരത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന കൗതുകം നിറഞ്ഞ ജോലികളാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മിസ്റ്ററി വേൾഡ്. അണ്ടർ വാട്ടർ പിസ്സ ഡെലിവറി. വെള്ളത്തിനടിയിൽ ആർക്ക് എന്തിന് പിസ്സ ഡെലിവർ ചെയ്യണം എന്നാവും ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചോദിക്കുന്നത്. എന്നാൽ റോബ് ഡോയിൽ എന്ന വ്യക്തി ഈ ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് ലക്ഷങ്ങളാണ്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ കീ ലാർഗോ എന്ന പ്രദേശത്ത് കടലിനടിയിൽ ഏതാണ്ട് 21 അടി താഴ്ചയിലാണ് ഹോട്ടൽ ജൂലീസ് അണ്ടർസീ ലോഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. വമ്പൻ കോടീശ്വരന്മാരും VIP-കളുമാണ് ഇവിടുത്തെ ഉപഭോക്താക്കൾ. ഇവർക്കായിട്ടാണ് റോബ് ഡോയിൽ എന്ന വ്യക്തി പിസ്സ ഡെലിവർ ചെയ്യുന്നത്. വെള്ളം കയറാത്ത പ്രത്യേകതരം സ്യൂട്ട് കേസിൽ ചൂട് പിസ്സ പാക്ക് ചെയ്തെടുക്കും. ശേഷം മിനിറ്റുകൾ കൊണ്ട് സ്ക്യൂബ ഡൈവ് ചെയ്ത് ഹോട്ടലിൽ ആവശ്യക്കാർക്ക് എത്തിക്കും. പ്രൊഫഷണൽ സ്ലീപ്പർ. ഫിൻലാൻഡിലെ ചില നക്ഷത്ര ഹോട്ടലുകളിലുള്ള ജീവനക്കാർക്കാണ് രസകരമായ ഈ ജോലി ഉള്ളത്. ജോലി മറ്റൊന്നുമല്ല, ഭംഗിയെ വിരിച്ച് വൃത്തിയാക്കിയ ആഡംബര കിടക്കയിൽ കിടന്ന് സുഖമായി ഉറങ്ങുക. ഉറങ്ങി എണീറ്റ ശേഷം കിടക്കയുടെ കംഫർട്ട്, ഉറക്കത്തിന്റെ സുഖം തുടങ്ങി ഹോട്ടൽ നിശ്ചയിച്ചിരിക്കുന്ന ഗുണനിലവാരത്തിന്റെ റേറ്റിംഗ് ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ജോലി. വിചാരിക്കുന്ന പോലെ സുഖമുള്ള പണിയല്ലേ ഇത്. ഉറങ്ങിയ ശേഷം ഇവർ കൊടുക്കുന്ന റേറ്റിംഗിലോ റിപ്പോർട്ടിലോ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ ജോലിയിൽ നിന്ന് പോലും പിരിച്ചുവിട്ടേക്കാം. വെനം കളക്ടർ. വെനം കളക്ടേഴ്സിനെ സ്നേക്ക് മിൽക്കർ എന്നും വിളിക്കാറുണ്ട്. ആന്റിവെനം ഉണ്ടാക്കുന്നതിലും മരുന്നുകളുടെ നിർമ്മാണത്തിലും പാമ്പിന്റെ വിഷം ഉപയോഗിക്കാറുണ്ട്. ഈ വിഷം കളക്ട് ചെയ്യുന്നത് ധൈര്യശാലികളും ഈ മേഖലയിൽ പരിശീലനം ലഭിച്ച പ്രൊഫഷണൽസുമാണ്. കൊടും വിഷമുള്ള പാമ്പുകളെ പ്രത്യേകം തയ്യാറാക്കിയ ഗ്ലാസ് ജാറുകളിൽ കടിപ്പിച്ചാണിവർ വിഷം ശേഖരിക്കുന്നത്. ഒരു ചെറിയ അശ്രദ്ധ ഇവരുടെ ജീവന് പോലും ഭീഷണിയായേക്കാം. എത്തിക്കൽ ഹാക്കർ. എത്തിക്കൽ ഹാക്കിംഗ് എന്ന ജോലിയെപ്പറ്റി ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആധുനിക കാലഘട്ടം കമ്പ്യൂട്ടറിനെയും നെറ്റ്വർക്കിനെയും ഒക്കെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. വലിയ വലിയ കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെ തന്നെ സൈബർ സെക്യൂരിറ്റിയെപ്പറ്റി ജാഗരൂകരാണ്. അതിനാൽ തന്നെ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ ഗവൺമെൻറ്റുകളും വൻകിട സ്ഥാപനങ്ങളും എത്തിക്കൽ ഹാക്കർമാരുടെ സേവനം സ്വീകരിച്ചു പോരുന്നു. ക്യാനിൻ ക്യൂസിൻ ടേസ്റ്റർ. ഭക്ഷണം രുചിച്ചു നോക്കുന്ന ജോലി കിട്ടിയാൽ നമ്മളിൽ പലരും ആ ജോലിക്ക് പോകുവാൻ തയ്യാറാകും. എന്നാൽ പട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം രുചിച്ചു നോക്കുവാൻ പറഞ്ഞാലോ? ക്യാനിൻ ക്യൂസിൻ ടെസ്റ്ററുകളുടെ ജോലി ഇതാണ്. പട്ടികൾക്കുള്ള തീറ്റ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ തമ്മിൽ വൻതോതിലുള്ള മത്സരമാണ് വിദേശത്ത് നടക്കുന്നത്. തീറ്റയുടെ ഫ്ലേവർ, ടെക്സ്ചർ എല്ലാം തന്നെ രുചിച്ചു നോക്കി റിവ്യൂ ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതാണ് ക്യാനിൻ ക്യൂസിൻ ടെസ്റ്ററുകൾ ചെയ്യുന്നത്. തങ്ങളുടെ കമ്പനികളുമായി മത്സരിക്കുന്ന ബ്രാൻഡുകളുടെ പ്രോഡക്ട്സാണ് ഇവർ മുഖ്യമായും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ശേഷം തങ്ങളുടെ കമ്പനി വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി റിപ്പോർട്ട് കൊടുക്കുക എന്ന ഭാരിച്ച ജോലിയാണിവർക്കുള്ളത്. പാസഞ്ചർ പുഷർ. ജപ്പാനിലെ ട്രെയിനുകളിൽ വർക്കിംഗ് ഡേയ്സിൽ വമ്പൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. അതിനാൽ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒഷിയ എന്ന പേരിൽ അറ്റൻഡർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇവരുടെ ജോലി ട്രെയിനിൽ കയറുന്ന യാത്രക്കാരെ തള്ളി അകത്ത് കയറ്റി ഓട്ടോമേറ്റഡ് ഡോർ അടയ്ക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ്. ബോഗികൾ ആളുകളെ കൊണ്ട് നിറയ്ക്കുമ്പോൾ പലപ്പോഴും ഡോറിന് പുറത്തേക്ക് യാത്രക്കാരുടെ ശരീരഭാഗങ്ങൾ തള്ളി നിൽക്കും. ഇത് ബോഗികളുടെ ഡോർ അടയ്ക്കുന്നതിന് തടസ്സമാണ്. ആ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് പാസഞ്ചർ പുഷർ അഥവാ ഒഷിയയുടെ ജോലി. ക്രൈം സീൻ ക്ലീനർ. ഒരു ക്രൈം സീനിലെ പരിശോധനകൾ കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശം വൃത്തിയാക്കുക എന്നതാണ് ഇവരുടെ ജോലി. രക്തം, ജൈവവാതകങ്ങൾ തുടങ്ങിയവയെല്ലാം വൃത്തിയാക്കി ആ പ്രദേശം പൂർവ്വസ്ഥിതിയിലാക്കണം. എത്രയെത്ര രസകരമായ ജോലികളാണല്ലേ ഇവയെല്ലാം. ഈ പറഞ്ഞ ജോലികളിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ജോലി ഏതാണ്? കമൻറ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.